ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ചാനൽ. കുറച്ച് ദിവസത്തിന് ശേഷം, അതായത് നമ്മുടെ വെല്ലൂർ ട്രിപ്പിന് ശേഷം നമ്മളൊരു ലോങ് പോവാണ്. അപ്പോൾ കൂടെ ഷാർനും ജക്കീഷും ഒക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ കണ്ട പോലെ നമ്മൾ ധനുഷ്കോടിയിലോട്ടാണ് പോകുന്നത്. 1 ഡേ ട്രിപ്പാണ്, സ്റ്റേ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു തീരുമാനം തെറ്റായിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ അവിടെ സ്റ്റേ ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരണം എന്നായിരുന്നു. പക്ഷെ ചിക്കുവിൻ്റെ ജക്കീഷിൻ്റെ ഒപ്പീനിയനിൽ പോയിട്ട് അന്ന് തന്നെ വരാനായിരുന്നു. അപ്പം എന്തായിരുന്നാലും തീരുമാനം തെറ്റായിരുന്നോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വഴിയെ അറിയാൻ പറ്റും. ഷാറിനൊക്കെ ഇവിടെ ഉണ്ട്, കരിങ്കല്ലെന്നാണെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നത് സ്ഥലത്തിൻ്റെ പേര്. മാർത്താണ്ഡത്തിൻ്റെ അടുത്തൊരു പ്ലേസ് ആണ്. അപ്പൊ അവിടെ പോയി അവരെ വിളിച്ചിട്ട് നമ്മൾ നേരെ പോകും. അപ്പൊ സമയം 4 മണിയായിട്ടുണ്ട്. 4 മണി കറക്റ്റ് 4 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് എങ്ങോട്ടെങ്കിലൊക്കെ പോകണം എന്നുള്ളത്. ട്രിപ്പായിട്ട് നമ്മൾ വെല്ലൂര് അവളുടെ കല്യാണത്തിന് പോയതല്ലേ, ട്രിപ്പല്ലായിരുന്നല്ലോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വീട് ഹൈവേയുടെ അടുത്തായതുകൊണ്ട് ഈ ഹൈവേ കൂടെ ഇങ്ങനെ സ്പീഡിൽ പോണ കാറുകളെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എങ്ങോട്ടെങ്കിലും ലോങ് ഡ്രൈവ് പോയാലോ എന്ന്. ഇനിയിപ്പോ അവിടെ പോയിട്ട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു ഡ്രൈവ് അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തായിരുന്നാലും ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പോ അവിടെ ഷാറിന്റെ അവിടെ പോയിട്ട് ബാക്കി നമ്മൾ തമിഴ്നാട്ടിലോട്ട് എൻട്രി ചെയ്യുവാണ്. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ. സാധാരണ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ തലേന്ന് തന്നെ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിടാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോട്ടാണല്ലോ പോകുന്നത്. കേരളത്തിൽ നിന്നും ഏകദേശം ഒരു 6-7 രൂപയുടെ വ്യത്യാസമുണ്ട് തമിഴ്നാട്ടിലോട്ട് വരുമ്പോൾ പെട്രോളിന്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിക്കാമെന്ന് വിചാരിച്ചു. ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഇവിടെ 15, അതായത് 115 സംതിങ് ആണ് റേറ്റ് പറഞ്ഞത് പ്രീമിയത്തിന്. ഇവിടെ 108 സംതിങ്ങേ ഉള്ളൂ. അത്യാവശ്യം ലാഭമാണ്. അങ്ങനെയാണെങ്കിലും 300-350 രൂപ നമുക്ക് ലാഭമായിട്ടുണ്ട്. ഷാറിൻ്റെ വീട്ടിലെത്താറായി. 1 മണിക്കൂറായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. 5:04 ഇപ്പൊ. ഇനി ഒരു 400 മീറ്ററോടെ ഉള്ള അവളുടെ വീട്ടില്. ഹായ്. ഇവിടെ ഹൈവേയിലൊക്കെ രാവിലെയുള്ള വ്യൂസൊക്കെ ഭയങ്കര അടിപൊളിയാണ്. വെളുപ്പിനിങ്ങോട്ട് വന്നിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. നല്ല രസമുള്ള മ്യൂസിക്. 2016 കോളേജ് വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഷാറിനെ കാണുന്നത്. എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും എങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്സ് ആയതെന്നും ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇപ്പോൾ 10 വർഷത്തിന് ശേഷം 2026 ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല. കോളേജിലെ ലാസ്റ്റ് ഡേയ്സിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവളിനി വെല്ലൂരല്ലേ, ഇനി കാണാനൊന്നും പറ്റൂല, കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എപ്പോഴെങ്കിലും കാണാമായിരിക്കും എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അവൾ കല്യാണം കഴിഞ്ഞ് വന്നത് നമ്മളൊരു 1 അവർ ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് ട്രാവൽ ചെയ്ത് എത്താനായിട്ട്. അതും ഭയങ്കര ഒരു സർപ്രൈസൊക്കെ ആയിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് അവൾ അവിടെ ഉള്ള ആരെങ്കിലും കല്യാണം കഴിക്കുമെന്നാണ്. എന്തിനെന്ന് വാങ്ങിച്ചേ? ഇങ്ങനെ വന്നു. അത് കാണിക്ക അവൻ എടുക്കണ കാണിക്ക. ഇതല്ല എനിക്ക് ഇത് ഇത് പിടിക്ക്. ഓക്കെ, സ്ലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ we could have taken a video also. ഇത് എത്ര പേപ്പർ ഉണ്ടാവും അതിനകത്ത്? 3 റോളുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് ഉണ്ട്. അപ്പൊ ഇറങ്ങിയതാണ്. നല്ല വെട്ടമുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനും കാണാനും ഒക്കെ. തമിഴ്നാട്ടിൽ വണ്ടി ക്ലീൻ ചെയ്യുന്നു. കാക്കകൾ ബാത്റൂമിൽ പോണ സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് എല്ലാ കാക്കകളും വണ്ടിയുടെ മേൾ. ജക്കീഷും ചിക്കുവും ഏകദേശം സിമിലർ ക്യാരക്ടേഴ്സാണെന്ന് തോന്നി. ഞാനും ഷാറിനും ഏകദേശം സിമിലർ ക്യാരക്ടേഴ്സാണ്. നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഫുൾ ടൈം കളിയും ചിരിയൊക്കെ ആയിരിക്കും. അവരും കളിയും ചിരിയൊക്കെ ആണെങ്കിലും ഫോട്ടോസ് എടുക്കാനും
ഒന്നും അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് ഈ വണ്ടിയിലിരുന്ന് കാഴ്ചകൾ കാണാനൊക്കെ വലിയ താല്പര്യമുള്ളൂ. പിന്നെ ഞാനും അവളും കൂടെ നിർബന്ധിച്ചാണ് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുപ്പിക്കുന്നത് രണ്ടുപേരെയും. ഈ ഒരു സ്ഥലം ഭയങ്കര രസമുള്ള സ്ഥലം. ജഗീഷ് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തത്. നമ്മൾ വെല്ലൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ വഴിയൊക്കെയാണ് വന്നതെങ്കിലും അന്ന് രാത്രി ആയതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റില്ല. ഇതിപ്പം രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയമായതുകൊണ്ട് ആ ഒരു ഓറഞ്ചിഷ് കളറായിട്ടുള്ള ലൈറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. വീഡിയോസിൽ നിങ്ങൾക്ക് അത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ കുറേ നേരം ഈ ഒരു സ്ഥലം കാണിച്ചിട്ടേ ഇരിക്കുന്നത്. ജഗീഷിൻ്റെ ക്യാമറ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും നല്ല രസമുണ്ട് ഫോട്ടോസൊക്കെ. നമുക്കിതൊരു മെമ്മറി ആയിട്ടൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പം സമയം രാവിലെ 7:30 7:30 നമ്മൾ തിരുനെൽവേലി എത്തിയിട്ടുണ്ട്. ഭയങ്കര ഫാസ്റ്റായിട്ടൊന്നുമല്ല വരുന്നത്, ഒരു 80 km/h സ്പീഡിലൊക്കെയാണ് വരുന്നത്. ഈ ഒരു 7:30 ആയെങ്കിലും അത്യാവശ്യം ചൂടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും എന്താണ് ടിൻ്റൊക്കെ അടിക്കാത്തതെന്ന്. ഗ്ലാസ്സിലൊക്കെ ടിൻ്റ് അടിച്ചാൽ ഇത്ര ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത്. പക്ഷേ ഈ ഒരു കാലാവസ്ഥയിൽ ടിൻ്റ് അടിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഇതാകുമ്പോൾ ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് വിൻഡോ ഓപ്പൺ ആക്കാതെ തന്നെ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റും. സ്ഥലം നോക്കി നടന്ന് 8 മണി 8:30 അതിൻ്റെ ഒരു കുഴപ്പമില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഫുഡ് കൊള്ളായിരിക്കും തോന്നുന്നു. അങ്ങനെ ഒരു സ്ഥലം കിട്ടി. ഇടയിലൊന്നും ഒട്ടും ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് വിശക്കണം. 3 മണിക്ക് എണീക്കൊണ്ടായിരുന്നു. ഭയങ്കര ചൂടായിട്ട് നമ്മൾ ടവൽ ഇങ്ങനെ ഇട്ടിട്ടാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് അല്ലേ? അത്ര ചൂടായിരുന്നു. പെട്ടെന്നാ ചൂട്. നല്ല മണമൊക്കെ വരണുണ്ട്. ഫുഡ് കൊള്ളായിരിക്കും. കൊള്ളാം. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലം. ഫുഡ് ഓക്കെ ആയിരിക്കും. സ്മെല്ലൊക്കെ കണ്ടിട്ട് സ്മെല്ലൊക്കെ കിട്ടിയിട്ട് ഓക്കെ ആയിരിക്കും തോന്നുന്നു. എനിക്ക് 2 വേണ്ടെന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാ എനിക്ക് 2 വേണ്ടെന്നല്ല. 2 എടുത്താ വേണ്ട. പുള്ളിക്കാരി ഷെയർ ചെയ്യാം. ഞാൻ അതിനെ ഷെയർ ചെയ്യുന്നില്ലല്ലോ. ജഗീഷ് പൊങ്കലാണ് ഓർഡർ ചെയ്തത്. ഞാനും ചിക്കുവും ഗീ റോസ്റ്റും, ഷാരൻ റവ ദോശയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് തമിഴ്നാട്ടിലെ ചായ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ചായയും നല്ലതായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഒരു ടേബിളിന് ഒരു ചട്നി അങ്ങനെ ആയിരിക്കും. എങ്ങനെയുണ്ട് ഷാരൻ? നന്നായിട്ടുണ്ട്. വേണ്ട, ഞാൻ എടുത്തോളാം. നമ്മള് ഫുഡ് കഴിക്കാൻ കുറെ നോക്കിയിട്ട് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം കണ്ടതിൽ നമ്മള് കയറി. ഫുഡ് ഓക്കെ ആയിരുന്നു അല്ലേ? ഭയങ്കര ബോറൊന്നും അല്ല, എന്നാലും ഓക്കെ ആയിരുന്നു. ഭയങ്കര അടിപൊളി എന്ന് പറയാനില്ല. ഇനി അവിടെ പോയിട്ടേ ഒരു ബ്രേക്ക് ഉള്ളൂ. ഉപ്പ് ഉണ്ടാക്കുന്ന സ്ഥലം തൂത്തുക്കുടി അല്ലേ ഇത്? കണ്ട അവിടെയൊക്കെ ഉപ്പ് കിടക്കുന്നു. അലക്ക ഉപ്പാ നമുക്ക് കാലിൽ എപ്പോഴും கலெக்ட் பண்ணி க்ளீன் பண்ணி பெரிய பண்ணி வச்சிருக்கோம். ഉപ്പാണ് കൂട്ടിയിട്ടേക്കുന്നത്. ഈ ഒരു വീഡിയോ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാശ്മീരിലാണോ എന്ന്. അത് ഈ ഉപ്പ് കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മഞ്ഞ് പോലെ തോന്നുന്നതാണ്. നമ്മൾ ഓരോ സ്ഥലത്തൂടെ കടന്നു പോകുമ്പോഴും ഓരോ കൈൻഡ് ഓഫ് ജോലികളാണ് അവിടെ ഉള്ളവർ ചെയ്യുന്നത്. നേരത്തെ ഉപ്പ് കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഉപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള പണികളൊക്കെയാണ് ഉണ്ടായതെങ്കിൽ ഇവിടെ ഒരുപാട് പനകളുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കടകളിലൊക്കെ ഈ പനയോലയിൽ പൊതിഞ്ഞിട്ടേക്കുന്നത് കരിപ്പട്ടിയാണ്. ഏതായിരുന്നാലും ഇപ്പം നമ്മൾ കരിപ്പട്ടിയൊന്നും വാങ്ങിക്കുന്നില്ല. തിരിച്ചു വരുമ്പോൾ നമുക്ക് വാങ്ങണം എന്നുണ്ട്. പുറത്ത് പിന്നെ നല്ല ഭംഗിയായതുകൊണ്ടാണ് ഞാൻ പുറത്തുള്ള വീഡിയോസ് ഒരുപാട് കാണിക്കുന്നത്. അകത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയത് തൊട്ട് അങ്ങ് എത്തുന്നത് വരെ എന്നെ കളിയാക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുൾ ടൈം രണ്ടുപേരും കൂടെ ചിരിയോട് ചിരിയായിരുന്നു. കേരളവും തമിഴ്നാടും ഞാൻ മാത്രം മാറി മാറി
പിടിക്കാൻ കട്ടുന്നത് രാമേശ്വരം ധനുഷ്കോടി രാമനാഥപുരം രാമേശ്വരം കാലകത്തിടെ എന്നിട്ട് ഞങ്ങൾ അതുവരെ അടയ്ക്കാം അപ്പൊ നീ പറന്നു പോകത്തില്ല നീ കാല് പിടിച്ചിരിക്കോ കാല് പിടിക്കണ്ട കാല് ഈ ഇത് അടയ്ക്കാം അപ്പൊ അത്ര സ്ഥലം നിന്റെ കാല് ചവിട്ടി വിജയിനെ പോലെ മേലെ കൈയെല്ലാം നമ്മളിപ്പോൾ ഏകദേശം എത്താറായി. പാമ്പൻ പാലത്തിലോട്ട് 24 കിലോമീറ്ററും അവിടുന്ന് പിന്നെ ഒരു ഏകദേശം 30 കിലോമീറ്ററേ ഉള്ളൂ ധനുഷ്കോടിയിലോട്ട്. നമ്മളിപ്പോൾ ഈ മാപ്പിൽ കാണുന്ന പോലെ നമ്മുടെ 2 സൈഡിലും കടലാണ്. ഡ്രോണൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാവത്തില്ല. എന്തായിരുന്നാലും നമ്മളിപ്പോൾ കടലിൻ്റെ നടുക്കൂടെയാണ് പോകുന്നത്. രാമേശ്വരം എന്ന് പറയുന്നത് ഒരു ദ്വീപാണ്. രാമേശ്വരത്തെ മെയിൻലാൻഡ് ആയിട്ടുള്ള മണ്ഡപവുമായിട്ട് കണക്ട് ചെയ്യുന്നത് പാമ്പൻ പാലം വഴിയാണ്. ഈ ട്രെയിൻ പോകുന്ന പാലത്തിനെയാണ് പാമ്പൻ പാലം എന്ന് പറയുന്നത്. നമ്മുടെ റോഡ് ബ്രിഡ്ജിനെ അന്നായി ഇന്ദിരാഗാന്ധി റോഡ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അത് 1988 പണി കഴിപ്പിച്ചത്. പാമ്പൻ പാലം 1914 പണി കഴിപ്പിച്ചതാണ്. പാലമൊക്കെ വരുന്നതിന് ഒരുപാട് മുന്നേ മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ചെറിയ മണൽത്തിട്ട ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ഒരുപാട് മുന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ചെറിയ വള്ളങ്ങളൊക്കെയാണ് ഇത് ക്രോസ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും അത്ര സേഫ് ഒന്നും ആയിരുന്നില്ല. അടുത്തോട്ട് എത്തും തോറും നമ്മൾ റീൽസിൽ മാത്രം കണ്ടിട്ടുള്ള പാമ്പൻ പാലം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. പാമ്പൻ പാലം കാണാനുള്ള കറക്റ്റ് സമയം എന്ന് പറയുന്നത് ഈ നട്ടുച്ചയ്ക്കൊന്നും അല്ല. ഒന്നെങ്കിൽ രാവിലെ സൺറൈസിൻ്റെ സമയത്തോ അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ സമയത്തോ ആണ് നമുക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. ധനുഷ്കോടിയിലോട്ട് വരാൻ കാറിൽ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അമൃത എക്സ്പ്രസ്സിലും നിങ്ങൾക്ക് വരാവുന്നതാണ്. രാത്രി ഒരു 8:30 ആകുമ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് അമൃത എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഒരു ഉച്ചയ്ക്ക് 12:30 ആകുമ്പോഴത്തേനും എത്തും. നമ്മുടെ 2 സൈഡിലും കാണുന്നത് 2 ഡിഫറെൻറ്റ് കടലാണ്. റൈറ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാളും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇന്ത്യൻ ഓഷനുമാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ മാപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പാമ്പൻ പാലത്തിലെത്തി. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്തത്. ഭയങ്കര കാറ്റാണ്, ഭയങ്കര വെയിലാണ്. പക്ഷെ ഇറങ്ങി കട്ടല്ലേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് വണ്ടി ഒതുക്കാൻ പെർമിഷൻ ഇല്ല. പക്ഷേ എല്ലാരും ഇറങ്ങുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ള സമയമല്ല. എനിക്കൊന്ന് വൈകിട്ടും രാവിലെയൊക്കെ ആയിരിക്കും നല്ല തിരക്കുണ്ടാവുന്നതെന്ന് തോന്നുന്നു. ഈ താഴെ കാണുന്ന ചെറിയ പാലമാണ് ആദ്യത്തെ പാമ്പൻ പാലം. അത് 1964 ഒരു സൈക്ലോണിൽ തകർന്നു പോയതാണ്. കുറച്ച് പണിയൊക്കെ ചെയ്ത് അത് പിന്നെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. 2025 പുതിയ പാമ്പൻ പാലം ഓപ്പൺ ആയത്. നട്ടുച്ചയ്ക്കാണ് നമ്മളിവിടെ എത്തിയത്. ഈ സമയത്ത് കേരളത്തിലുള്ള ചൂട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ തമിഴ്നാടിൻ്റെ ചൂട് പറയേണ്ട ആവശ്യമില്ല. ഭയങ്കര വെയിലാണ്. നമ്മൾ പൊള്ളി പോകുന്ന പോലത്തെ വെയിലാണ്. ചിക്കുവും ജഗീഷുമൊക്കെ ജസ്റ്റ് ഇറങ്ങി കണ്ടിട്ട് നേരെ കാറിലോട്ട് കയറി. അവർ ബാക്കിൽ നിന്ന് കാറിൽ വരുന്നുണ്ട്. ഞാനും ഷാരനും ഇറങ്ങി നടക്കുന്നതാണ്. ഞാൻ അമ്മയ്ക്ക് വീഡിയോ കോൾ വിളിച്ച് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. പഴയ പാമ്പൻ പാലം ഓൾറെഡി പൊളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യം കിട്ടി. ഈ ഒരു വിഷ്വല് എപ്പോഴും എല്ലാവർക്കും കിട്ടുന്നതല്ല, നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാലത്തിൽ കൂടെ ട്രെയിൻ പോകുന്ന വിഷ്വല് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. കടലിന്റെ നടുക്കാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഓക്കെ ഫ്രണ്ട്ഷിപ്പ് ഗോൾസ്. ആ മാങ്ങയുടെ മസാല കണ്ണുണ്ടാക്കത്ത ഡിക്കിന്ന് വെള്ളം എടുത്ത് കഴിവ്. എങ്ങനെയുണ്ട്? നമുക്ക് മാത്രമേ ഈ വെയിൽ കൊള്ളാൻ ഇത്ര ഇതുള്ളൂ. എനിക്ക് ബോയ്സ് എപ്പോഴും അങ്ങനെയാണ്. എപ്പോഴും ഗേൾസിനെ കുറ്റം പറയെങ്കിലും അവരൊട്ടും വെയിൽ കൊള്ളൂല. വെയിലത്ത് ഇറങ്ങാൻ പറ്റില്ല, മുടി പറക്കാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നമാണ് അത് തന്നെ. വലിയ ബോട്ടുകൾ കടന്നു പോകുന്ന സമയത്ത് പാമ്പൻ പാലം ഓപ്പൺ ആകും. അപ്പോൾ പഴയ പാമ്പൻ പാലത്തിൽ ഒരു ലീഫ് പോലെ 2 ലീഫ് ഉണ്ടായിരുന്നു. അതൊരു വി ഷേപ്പിൽ ഓപ്പൺ ആവുമായിരുന്നു. ഇപ്പോഴത്തെ പാമ്പൻ പാലം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലിഫ്റ്റ് സിസ്റ്റത്തിലാണ് വർക്കാവുന്നത്. അപ്പോൾ അത് നേരെ പൊങ്ങിയിട്ട് താഴെ വന്നിരിക്കും. ആ ഒരുപാട് വള്ളങ്ങൾ കാണുന്നില്ലേ, അതാണ് ബേ ഓഫ് ബംഗാൾ. അവിടെ കുറച്ചുകൂടെ കാമാണ്, ഒരുപാട് മീനൊക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇന്ത്യൻ ഓഷൻ ആണെങ്കിൽ ഒരുപാട് വേവ്സ് ഉള്ള ഏരിയ ആണ്. അപ്പം മീൻ പിടുത്തത്തിന് അത്രയും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. അതുകൊണ്ടാണ് അപ്പുറത്തെ സൈഡ് മാത്രം നമുക്ക് അത്രയും ബോട്ടുകളൊക്കെ കാണാൻ പറ്റുന്നത്. പാമ്പൻ പാലം മുന്നേ ധനുഷ്കോടി വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് രാമേശ്വരം വെച്ച് സ്റ്റോപ്പാവും.
1964 രാമേശ്വരം സൈക്ലോണാണ് ധനുഷ്കോടിയിലെ ആ പോർഷൻ നശിപ്പിച്ച് കളഞ്ഞത്. നമ്മുടെ ഈ പഴയ പാമ്പൻ പാലത്തിനും ഇത്രയും കേടുകൾ പറ്റാനുള്ള കാരണം ആ സൈക്ലോണായിരുന്നു. പിന്നെ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് 2022 വരെ പഴയ പാമ്പൻ പാലം വർക്കിംഗ് ആയിരുന്നു. പിന്നെ 2025 ഏപ്രിലാണ് പുതിയ പാമ്പൻ പാലം ഓപ്പൺ ആയത്. ധനുഷ്കോടിയെക്കുറിച്ചും പാമ്പൻ പാലത്തിനെ കുറിച്ചുമൊക്കെ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ താഴെ ടാഗ് ചെയ്ത് വെച്ചേക്കാം, ആവശ്യമുള്ളവർ പോയി കണ്ടാൽ മതി. നമ്മൾ പാലമൊക്കെ കടന്ന് രാമേശ്വരത്തെത്തി. രാമേശ്വരം ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നതിലുപരി ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. രാമേശ്വരം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ദ്വീപിലാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ 11th പ്രസിഡൻ്റായിട്ടുള്ള APJ അബ്ദുൽ കലാം സാർ ജനിച്ചതും വളർന്നതുമൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒരു മെമ്മോറിയലുണ്ട്. രാഷ്ട്രപതി ഭവനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് പോലത്തെ ആർക്കിടെക്ചറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, പുസ്തകങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ അടക്കിയതും ഇവിടെ തന്നെയാണ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇവിടെ കയറി കാണാൻ നോക്കാം. നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായി. ഇവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്ററേ ഉള്ളൂ രാമേശ്വരം ക്ഷേത്രത്തിലോട്ട്. ഒരു 20 കിലോമീറ്റർ ഉണ്ട് ധനുഷ്കോടി. ഇവിടെ വെച്ച് പാർക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു 100 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് സ്ഥലങ്ങളൊക്കെ കാണണമെന്നുള്ളവരാണെങ്കിൽ രാമേശ്വരത്ത് ഹോട്ടൽ ബുക്ക് ചെയ്താൽ മതി. അത് നമുക്ക് ഓൺലൈനൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഫുഡ് കഴിക്കണമെങ്കിലും ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നതായിരുന്നു രാമേശ്വരം ക്ഷേത്രം. നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് റൈറ്റിലോട്ടാണ് പോയത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഒറ്റ ദിവസം പോയി വന്ന് ഉള്ള ട്രിപ്പായതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലമൊന്നും നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നില്ല. ആകെ 2 സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നെന്ന് പറയുന്നത് പാമ്പൻ പാലവും, 2 പറയുന്നത് ഈ അരിച്ചൽ മുനയെന്ന് പറയുന്ന ഇന്ത്യയുടെ ലാസ്റ്റ് ലാൻഡും ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കറങ്ങാനോ ഒന്നും നിന്നില്ല. കാരണം നമ്മളിവിടുന്ന് ഒരു 4 മണിക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്കൊരു 12 മണിയെങ്കിലും ആകുമ്പോഴത്തേനും വീട്ടിലെത്തുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിക്കണമല്ലോ. 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും പിന്നെ ടയേർഡായി തുടങ്ങും, രാവിലെ ഇറങ്ങിയതല്ലേ. അപ്പോൾ ചിലപ്പോൾ ഉറക്കം വരാനുള്ള സാധ്യതകളുണ്ട്. പൊതുവേ ഞാനൊരു നൈറ്റ് ഡ്രൈവിൻ്റെ ഫാനല്ല, രാവിലെ ട്രാവൽ ചെയ്യുന്നതിനോടാണ് താല്പര്യം. കൂടുതലും നമ്മൾ ഒരുപാട് ആക്സിഡൻസ് ഒക്കെ കണ്ടിട്ടുള്ളത് നൈറ്റാണ്. നൈറ്റ് ഇപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയില്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടിയിലുള്ള ഡ്രൈവർ ഉറങ്ങിപ്പോയാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും നൈറ്റ് ഡ്രൈവ് അത്ര പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. ഇപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലെത്തണം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് 2017 വന്നതാണ്. അതിന് മുന്നേ വരെ ആൾക്കാർ വലിയ ട്രക്കുകളിലും ഓഫ് റോഡൊക്കെ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസിലൊന്നും പോകാൻ പറ്റൂലായിരുന്നു. അതിന് ശേഷമാണ് ഈ റോഡ് വന്നതും നമുക്കൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നതും. ഇവിടെയൊക്കെ പണ്ട് ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലം തന്നെയാണ്. ആ സൈക്ലോണിന് ശേഷമാണ് ധനുഷ്കോടി വാസയോഗ്യമല്ലാത്ത സ്ഥലമായിട്ട് പ്രഖ്യാപിക്കുന്നത്. നമ്മളിങ്ങനെ മുന്നോട്ട് പോകും തോറും നമ്മുടെ 2 സൈഡിൽ നമുക്ക് കടൽ കാണാൻ പറ്റും. റോഡൊക്കെ ഇങ്ങനെ ചെറുതായി ചെറുതായി വരും. ലെഫ്റ്റ് സൈഡിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടത് പണ്ടത്തെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് ആയിരിക്കും. ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത് ഭയങ്കര തിളക്കമുള്ള മണ്ണാണ്, വെള്ള കളറിൽ. അത് മണൽ മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മുടെ ഈ കടലിലുള്ള ജീവികളുടെ ഷെല്ലും കൂടെ ചേർന്നിട്ടാണ്. പിന്നെ ഇവിടെ ഉള്ള കാറ്റ് ഭയങ്കര കാറ്റാണ്. കാറ്റ് കൊണ്ട് ഇങ്ങനെ പോളിഷായി കിടക്കുന്നതാണെന്നും പറയാറുണ്ട്. ഈ മൺകൂനകളൊക്കെ റീമോഡലിങ് ചെയ്യും. അതായത് ഇപ്പോൾ ഉള്ള കൂന ആയിരിക്കില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് ആ കാറ്റിൻ്റെ ഒരു ഇതനുസരിച്ച് അതിലൊക്കെ മാറ്റം വരും. ഇവിടെ വെച്ചാണ് മറ്റേ ഇവര് എന്തിനൊക്കെ ഷൂട്ട് ചെയ്തത്, മറ്റേ കാത്തൽ. ഇവിടെ ഇവിടെയൊക്കെ വെച്ച് ആ സ്ഥലങ്ങളുണ്ട് ഇതുപോലെ പുല്ലൊക്കെ പിടിച്ച്. ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ ഹോവർ ക്രാഫ്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ആ ഒരു ഫാൻ പോലെ ഇരിക്കണല്ലേ, അതുകൊണ്ട് ഒരു എയർ കുഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് അത് ട്രാവൽ ചെയ്യണത്. അപ്പോൾ അതിന് വെള്ളത്തിൽ കൂടെ ട്രാവൽ ചെയ്യാനും പറ്റും, ഈ മണലിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യാനും പറ്റും. ആ ടിപ്പിലെത്തി റോഡൊക്കെ ഇങ്ങനെ കറങ്ങി വരാമെന്നൊക്കെ വിചാരിച്ചാണ് പോയത് കാറിൽ തന്നെ. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേനും ഭയങ്കര തിരക്ക്. ഇവിടുന്ന് ഇനി കുറേ ദൂരം നടന്നാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ടൂറിസ്റ്റ് വണ്ടികളൊക്കെ കൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ പിന്നെ വേറെ വഴിയില്ലാതെ പകുതി വഴിക്ക് നമുക്ക് വണ്ടി ഇടേണ്ടി വന്നു. അവിടെ നിന്ന് പിന്നെ നടന്നാണ് നമ്മൾ പോയത്. അവര് നമ്മള് ടിവിയിലൊക്കെ കാണുന്ന പോലെ അവിടെ പോയി വളയ്ക്കാൻ പറ്റത്തില്ല, ഇവിടെ വെച്ച് വളയ്ക്കണം. തൊട്ടപ്പുറം കൂടെ അവർക്ക് തരായിരുന്നു.
ഉണ്ടായിരിക്കും മോനെ. അതെന്താ അങ്ങനെ? നിങ്ങൾ ഇറങ്ങണോ പോണോ? ഇറങ്ങണം. ആ പോയിന്റ് കാണണ്ടേ? കാണണം. കാറ് പോട്ടെ. എന്നിട്ട് പറയാം ആശയ്ക്ക് കാറ് കമ്പനി കൊടുത്തു. ഈ ബോയ്സ് എല്ലാം ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറയണം. ഗേൾസ് അവന്മാർക്ക് ഒരു സ്ഥലവും കാണണ്ട, വെറുതെ കാർ മാത്രം ഓടിച്ചാൽ മതി. സാധാരണ ഗേൾസ് ആണ് ചൂട് കൊള്ളാത്തത്, പക്ഷെ റിയൽ ലൈഫില് ബോയ്സ് ആണ് ചൂട് കൊള്ളാത്തത്. റിയൽ ലൈഫില് ബോയ്സിനാണ് ഒരു സ്ഥലവും കാണണ്ടാത്തത്. ഞാനും ഷാറിനും മാത്രം ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ആ ബ്രിഡ്ജിന്റെ അവിടെ അങ്ങനെ തന്നെയായിരുന്നു, അവരാരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ചൂടാണ്. എന്തോ ഭാഗ്യത്തിന് കൊട എടുത്തു, ക്യാപ്പും എടുത്തു. മഴ കാണുമെന്ന് വിചാരിച്ചാണ് സത്യം പറഞ്ഞ് ഞാൻ കൊട എടുത്തത്. ഇത്രയും വെയിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. യൂട്യൂബിലെല്ലാം കാണുന്ന ആ ഒരു പോയിന്റ് ഇതാണ്. നമ്മള് ഡ്രോൺ വീഡിയോസ് ഒക്കെ കാണത്തില്ല, അത് ഈ പോയിന്റ് ആണ്. പക്ഷെ ഇങ്ങോട്ട് വണ്ടി അലൗഡ് അല്ല. തിരക്കായത് കൊണ്ടാണോ അതോ യൂഷ്വലി അലൗഡ് അല്ലേ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അങ്ങോട്ട് താഴെ ഇറങ്ങി അവിടെ നിൽക്കാല്ലേ. ഓ അവിടെ പോയോ? ചൂടിച്ചാൽ ഇറങ്ങി താഴെ വീഴും. തുടക്കം തൊട്ട് നമ്മുടെ രണ്ട് സൈഡിലും ഉണ്ടായിരുന്ന ഇന്ത്യൻ ഓഷനും ബേ ഓഫ് ബംഗാളും ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ജോയിൻ ആവും. ഈ ഒരു പോയിന്റിൽ നിന്ന് വെറും 18 കിലോമീറ്ററേ ഉള്ളൂ ശ്രീലങ്കയിലോട്ട്. കടലിനടിയിലെ രണ്ട് ഓഷൻസിൻ്റെയും നടുക്കായിട്ട് ഒരു മണൽത്തിട്ടയുണ്ട്. അതെന്ന് പറയുന്നത് ഐതിഹ്യങ്ങളനുസരിച്ച് രാമൻ സീതയെ രക്ഷിക്കാനായിട്ട് അന്ന് പണിത പാലം എന്നാണ് പറയാറ്. രാമസേതു അല്ലെങ്കിൽ ആഡംസ് ബ്രിഡ്ജ് എന്നൊക്കെ പറയും. നിങ്ങൾ പോയി കപ്പിൾ പോയി നിക്ക്. നമുക്ക് എടുക്കണ്ട, എനിക്ക് വീട് ഭയങ്കര കൊട പിടിച്ചെടുക്കാം. സാറില്ല എന്റെ കൊട പിടിക്കും. പൊന്നാ ഇവിടെ കാണാം, വാ. ശ്രീലങ്ക மண்ணுக்கு அடியில 20 அடி கீழே ஸ்ரீலங்கா வரைக்கும் போகுது, கடலுக்குள்ளேயே போகுது. அதுக்கடுத்து கடல், அந்த கடலுக்கு தூரமா ஒரு மண்ணுல ஒரு டவர் தெரியும், பிளாக் கலர். அது ஸ்ரீலங்காவோட ஸ்டார்டிங் பாயிண்ட். ஸ்ரீலங்காவோட லைட் ஹவுஸ். இங்க 18 கிலோமீட்டர் தான் ஸ்ரீலங்கா, இந்தியா ஸ்ரீலங்கா பார்டர். 18 கிலோமீட்டர் தூரம். வீடு ஒரு How much is this? ഇതൊക്കെ 150 രൂപയാണ്. നല്ല കിടക്കും. അതും കാൽ ടാനോ കമ്മലുണ്ട്. ഞാൻ റെഡി. ഭയങ്കര വെയിലാണ്, നമുക്ക് അൺസഹിക്കബിൾ വെയിൽ. നമ്മൾ യൂട്യൂബിലൊന്നും കാണുന്ന പോലെയല്ല, പക്ഷെ നമ്മളിവിടെ വന്ന് കണ്ടത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ ഭയങ്കര ഹൈപ്പുള്ള ഒരു സ്ഥലമൊന്നുമല്ല, കണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലം. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്നേ ഞാൻ പറയുള്ളൂ. എനിക്കൊന്ന് മഴ സമയത്തായിരുന്നാൽ പിന്നെ ഓക്കെയാണ്. ഇപ്പൊ നല്ല ചൂടല്ലേ, ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല. ഞാൻ കാണിച്ചു, നിൽക്കാനോ വണ്ടി ഒതുക്കാനോ ഒന്നും സ്ഥലമില്ല. നമ്മുടെ വണ്ടി എവിടെയാണോ ഒതുക്കിയിരിക്കുന്നത്, ഞാൻ കണ്ടില്ലായിരുന്നു. അവിടെ കിടക്കാനോ അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തുള്ളവരുണ്ട്. ഹിന്ദിക്കാര് മോസ്റ്റ്ലി അങ്ങോട്ടുള്ളവരാന്ന് തോന്നുന്നു, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണെന്ന് തോന്നുന്നു.
ഇപ്പൊ അകത്തല്ല വെളിയിലും പറ്റല്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയെന്ന് തോന്നുന്നു. റെമനൻസ് ആണ് ഇതൊക്കെ എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓ പിന്നെ എനിക്കിത് ഇതൊക്കെയാണ് അതിന്റെ റെമനൻസ് എന്ന് തോന്നണത്. അപ്പൊ ഇവിടെ വീടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട പടി കണ്ടായത് ഒരു വീടിന്റെ. അത് ഇടിഞ്ഞു വീഴാതായി. ഇവിടെ പോടോ, ഇത് പഴയ പഴക്കമൊന്നുമല്ല, ഇത് മറ്റേ കുറച്ച് മൈലിങ്ങൾക്ക് നമ്മള് അവിടെ ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയായിരുന്നേ. അവിടെ കഴിച്ചുകൊണ്ടിരുന്ന ചേച്ചിയൊക്കെ ഞാൻ ഇങ്ങനെ കണ്ണ് കാണിച്ചു ചോദിച്ചു, ചേച്ചി കൊള്ളാമെന്ന്. അപ്പൊ ചേച്ചി കൊള്ളൂലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നമ്മള് വെറുതെ നമുക്ക് സ്ഥലം കണ്ടിട്ട് വന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാനും ഷാറിനും കൂടെ എസ്കേപ്പ് ആയി പതുക്കെ. ഇതിപ്പം വേറൊരു സ്ഥലത്ത്, പക്ഷെ ഇവിടെ റേഞ്ച് ഇല്ല. കഴിയണതും നിങ്ങൾ കയ്യിൽ കാശ് കൊണ്ടുവരണം, അല്ലെങ്കിൽ പെടും. നമ്മൾ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങ് വരെ പോയത്. അവിടെ ടവർ കിട്ടുന്ന സ്ഥലം. പക്ഷെ ഇവിടെ റേഞ്ച് ഇല്ല. ഫുഡ് കൊള്ളായിരിക്കും തോന്നുന്നു, അറിയത്തില്ല. നല്ല ഫുഡായിരുന്നാൽ മതിയായിരുന്നു. முட்டை வந்து 200 ரூபா அது ஒரு பிளேட்டு. இது 250, 20 பீஸ். நமக்கு வெளியே மீன் வாங்கிக்கலாம். ஒரு பிளேட் எல்லாமே ஃப்ரெஷ் மீன் தான். எந்தெந்த மீன் ரொம்ப ஃப்ரெஷ். இதுனா ரொம்ப ஃப்ரெஷ் தான். இது பாப்லேட், பிளாக் பாப்லேட். இது எவ்வளோ? ஏதுனா இதா? இது பாறை. இது 600. ഓക്കെ. ഒരു മീൻ ഫുള്ള. ഓക്കെ. ഈ മീൻ നൈസാണ്. പാര, പാപ്ലെറ്റ്, അത് ശീല. ഈ മീൻ നൈസാണ്. ഇതല്ല, ഇത് നൈസാ. ഇത് ഈല. അതിന്റെ പേര് എനിക്കറിയാം. ഇതെന്നാ മീനൊക്കെ? ഇത് ചോദിച്ചു. അത് ഇത് ശീല. അതാ, അത് 1500 ഫുള്ള. ഇതില് വേറെ മീൻ കിട്ടും. ഇതിലെയാ? ഒന്നതാണ്. അത് വന്നാൽ ആക്ക് മീൻ കൂട്ടുവാണ്. മീനല്ല സാർ. ഇവിടെ കറണ്ട് ഇല്ല. നൈറ്റ് ലൈറ്റ് പെട്ടെന്ന് നൈറ്റ് ആകുമ്പോ ഏതെങ്കിലും ഒരു ലൈറ്റ് കാണുമായിരിക്കും. പക്ഷെ കത്തുമായിരിക്കും. പക്ഷെ ഫാനൊന്നും എവിടെ പോയി കഴിക്കാറുണ്ട്. ഞാൻ കഴിക്കല്ലോ. പെട്ടെന്ന് കഴിച്ചിട്ട് നല്ല സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കണം. എനിക്ക് ഫുഡ് വേണം. ഇത് ഫുഡല്ലേ? ഇത് ഫുഡല്ല. ഫാനുള്ള ഹോട്ടലിൽ പോയി കഴിക്കണം. പിന്നെ നമ്മൾ വെയിലിൽ പോകുന്ന സമയം അത് ഇപ്പൊ ഫുഡ് പോലെയാണ്. ഫാനുള്ള സ്ഥലത്തില് ആക്ച്വലി ഇവിടെ തണുപ്പാണ്. ഇവിടെ കുറച്ച് അതെ, കുഴപ്പമില്ല. പോയില്ലെങ്കിൽ കുഴപ്പമില്ല. ചായ വാങ്ങിച്ചു തന്നാൽ മതി. ഇല്ല, കുഴപ്പമില്ല. ചായ വാങ്ങിച്ചു തന്നാൽ ചായ വാങ്ങിച്ചോണ്ട് തന്നാൽ മതി. റേറ്റ് പറയടാ. സ്ക്വിഡ് ഫ്രൈ 200 ആണ്. ഓരോ മീൽസും 120 ആണ്. അതിന്റെ കൂടെ ഒരു കറി വെച്ച മീനിന്റെ പീസും ഒരു ഫ്രൈയും ഉണ്ടാവും. ഇത് എക്സ്ട്രാ ഓർഡർ ചെയ്യും. കഴിയൊന്നുമില്ല. കഴി കുഴപ്പമില്ല. ഒരു ആവറേജ്.
പേര് പറ. ടങ് ഫിഷ്. ടങ് ഫിഷ്. ചൂടായിരിക്കും. സ്കിന്നാണ് കൂടുതലുള്ളത്. ഏത് ചോറ് വേണം. ചോറ് കൂടെ കഴിക്കും. കൊള്ളാം, ഒരു പ്രത്യേക ടേസ്റ്റ്. ചോറ് അല്ല, ആ മീന് ഒരു നമ്മുടെ വാളയുടെ ഒക്കെ ചെറിയ ടേസ്റ്റ്. ഇതൊക്കെ ആ പഴയ ബിൽഡിങ്സിൻ്റെ ബാക്കിയാണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞ പോലെ 1964 ഡിസംബർ 22, 23 നടന്ന സൈക്ലോണാണ് ഈ ഒരു പോർട്ട് സിറ്റി ആയിട്ടുള്ള ധനുഷ്കോടിനെ ഇങ്ങനെ ആക്കിയത്. പണ്ട് നമുക്ക് ചെന്നൈയിൽ നിന്ന് ഡയറക്റ്റ് കൊളംബോയിലേക്ക് ഒറ്റ ടിക്കറ്റിൽ ട്രാവൽ ചെയ്യായിരുന്നു. ചെന്നൈ ടു കൊളംബോ ബോട്ട് മെയിലിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ചെന്നൈ തൊട്ട് ധനുഷ്കോടി വരെ ട്രെയിനിൽ വന്നിട്ട് ധനുഷ്കോടി തൊട്ട് ശ്രീലങ്കയിലെ തലൈമന്നാർ എന്ന് പറഞ്ഞ സ്ഥലം വരെ ഫെറികളിൽ, അതായത് അന്നത്തെ കാലത്തെ ബോട്ടുകളിൽ യാത്ര ചെയ്യും. പിന്നെ അവിടെ നിന്ന് കൊളംബോ വരെ ട്രെയിനിൽ യാത്ര ചെയ്യും. പക്ഷേ ഒറ്റ ടിക്കറ്റിലാണ് പോകുന്നത്. അപ്പോൾ ശ്രീലങ്കയിലോട്ട് പോകുന്നവരുടെ മെഡിക്കൽ ചെക്കപ്പ് രാമേശ്വരത്ത് വെച്ച് നടക്കും. ലാസ്റ്റ് ബോട്ട് മെയിൽ 1964 ഡിസംബർ 22 രാത്രിയിലായിരുന്നു. ആ ബോട്ട് മെയിൽ ആ അന്നത്തെ രാമേശ്വരം സൈക്ലോണിൽ ഒഴുകിപ്പോയി. അതിനകത്ത് ഏകദേശം 100ഓളം പാസഞ്ചേഴ്സും പിന്നെ ട്രെയിനിലെ സ്റ്റാഫും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷനും ഇവിടുത്തെ വീടുകളും ഒക്കെ തകർന്നതും ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചതും. അതിനുശേഷം പിന്നെ ഇവിടെ കറണ്ടോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഒരാളും താമസിക്കാറുമില്ല. പിന്നെ നമ്മൾ ആ മീനൊക്കെ കഴിച്ച സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം ടെമ്പററി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അവർ രാത്രിയാകുമ്പോൾ എനിക്ക് ഒന്ന് വീട്ടിലോട്ട് പോകുമായിരിക്കും. ഈ രണ്ട് സൈഡും കടലാകുമ്പോഴേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ നേച്ചറിൻ്റെ കാര്യം. ആഞ്ഞൊരു തിര അടിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം കടലിനകത്തോട്ട് പോകും. എല്ലാവരും ഓരോ സ്ഥലത്തോട്ട് പോയി. ഇവിടെ ഒരു ചർച്ചിൻ്റെ എന്തോ ഒരു റെമനൻസ് ഉണ്ട്. അത് റോഡിൽ കൂടെ വരാം. ഇവിടെ കണ്ടതുകൊണ്ട് ഇവിടെ കൂടെ പോകാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യുന്നതാണ്. പറ്റുമോ എന്നറിയത്തില്ല. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് അന്നത്തെ സൈക്ലോണിൽ നശിച്ചു പോയ ബിൽഡിങ്സിൻ്റെയൊക്കെ കുറച്ച് ബിൽഡിങ്സിൻ്റെയൊക്കെ റെമനൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒക്കെ വീടുകൾ ഉണ്ടായിരുന്നതാണ്. ആ കാണുന്ന ചെടികളുടെ ഇടയിലൊക്കെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോയപ്പോൾ ഓരോ ചെടി കൂമ്പാരത്തിൻ്റെ ഇടയിലും ഓരോ ബിൽഡിങ്ങിൻ്റെ പോർഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടുത്തെ കിണറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടൽ ഇത്ര അടുത്തായിട്ട് പോലും കിണർ കുഴിക്കുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന വെള്ളത്തിന് ഉപ്പ് രസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഞാൻ കുടിച്ചൊന്നും നോക്കിയില്ല. അവിടെ കുറച്ച് പേരൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ കിണറിനകത്തോട്ട് നോക്കിയപ്പോൾ നിറയെ പൊടിയൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ ഞാൻ കുടിച്ചൊന്നും നോക്കിയില്ല. അല്ലെങ്കിലും എനിക്കിങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യണ പരിപാടിയൊന്നുമില്ല പൊതുവേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കവാടമൊക്കെ ആയിരുന്നിരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ചിപ്പിയും മുത്തുകളൊക്കെ കൊണ്ട് ജ്വല്ലറീസ് ചെയ്യുന്നവരും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇവിടുത്തെ ഒരു മെയിൻ. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ കച്ചവടക്കാരുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനും പിന്നെ അരിച്ചൽ മുനൈ, ഇനി ഒരു ചർച്ച കൂടെ ഉണ്ട്. ഇതാണ് ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടുള്ളത്. നാടൻ പട്ടി വരെ വെള്ളത്തിനകത്ത് ഇറങ്ങി കിടക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഗൈസ് ഇവിടുത്തെ അവസ്ഥ. ചർച്ചിന്റെ പോർഷൻസ് ഇവിടെ അല്ല, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണം എന്നാണ് പറയുന്നത്. ചിക്കുനെ കൂടെ വിളിച്ചിട്ട് പോകണം. വെയിലാ, അസാധ്യ വെയില്. നമ്മൾ കറുത്ത് കരിഞ്ഞു അതുപോലത്തെ വെയിൽ. ഈ ഒരു ക്ലൈമറ്റിലല്ലാന്ന് തോന്നുന്നു ഇവിടെ വരേണ്ടത്. മാർച്ചായില്ലേ, മൊത്തത്തിൽ വെയിൽ ഉള്ള സമയമാണ്. നമുക്ക് അവിടെ നല്ല ചൂടല്ലേ. ഇവിടുത്തെ കാര്യം ഇതാണ് ആ ചർച്ചിന്റെ റെമനൻസ് എന്ന് പറയുന്നത്. അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ശരിക്കുള്ള വഴി. ഞാൻ ഇപ്പുറത്ത് ഒരു ആക്രാന്തത്തിന്റെ പുറത്ത് ഇറങ്ങിയെന്നേ ഉള്ളൂ. നടക്കാൻ പാടുണ്ട്. അവരാരും വരുന്നില്ല. ഇനിയിപ്പോൾ ഈ വഴി വരിയെ കയറാൻ പറ്റുമോ? ഇവിടെ കൂടെ വഴിയുണ്ട്. ഇങ്ങനെ നടന്നു വരാവേ. ഏകദേശം ഒരു ഔട്ട്ലൈൻ ഒക്കെ ഉള്ളത് ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു പള്ളിയില്ലേ, ഇതിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ കടലിലുള്ള കടൽപ്പുറ്റില്ലേ, കോറൽ, അതുകൂടെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്.
പിന്നെ കാറ്റൊക്കെ അടിച്ചിട്ടായിരിക്കും ഇത് കുറേ പോർഷൻസൊക്കെ ഇളകി പോകുന്നുണ്ട് ഇപ്പോഴും. കുറേ മുന്നേ ഒന്നും ഇങ്ങനെ ചുറ്റും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആൾക്കാർ പോയി തുടയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇപ്പം ചുറ്റിലും ഒരു വേലി പോലെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ദൂരെ നിന്നിട്ടേ കാണാൻ പറ്റും, പോയി തൊടാനൊന്നും പറ്റത്തില്ല. ഒക്കെ ഉണ്ട്. ഈ ശംഖ് കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇവിടെ കറണ്ടൊന്നുമില്ല കേട്ടോ, പോസ്റ്റോ കറണ്ടോ ഒന്നുമില്ല. അവിടെ ബാക്കിലാണ് ഇറക്കി വിട്ടത്. അവര് പോയത് അവിടെ തണലത്ത് കിടക്കുന്നുണ്ട്. ഞാൻ കുറെ ഇവിടെ അങ്ങ് നടന്നു പോയി, തിരിച്ചു നടക്കുക. ഷാരൻ എനിക്ക് തോന്നുന്നു എന്തോ വാങ്ങാൻ വന്ന, ചാടി ചാടി പോകുന്നുണ്ട്. ഇവിടെ നന്നായിട്ട് വെയിലുണ്ട്. കരിഞ്ഞു, ടാനെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, കരിഞ്ഞെന്ന് തന്നെ പറയണം. ഇവിടെ റേഞ്ച് ഒന്നുമില്ല. എപ്പോഴും വരുമ്പം കയ്യിൽ പൈസ വെച്ചിരിക്കാനായിട്ട് നോക്കണം. ഗൂഗിൾ പേയിലൊന്നും നമുക്ക് പേ ചെയ്യാൻ പറ്റില്ല, കയ്യിൽ കാശ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമുക്ക് ലഞ്ച് കഴിച്ചെടുത്ത് 500 കയ്യിലുണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മളവിടെ റേഞ്ച് കിട്ടുന്ന സമയത്ത് അയക്കാമെന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്യുന്നത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവർ നമ്മുടെ നമ്പറൊക്കെ വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം എന്തായിരുന്നാലും രസം ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾ എൻജോയ് ചെയ്ത ഗൈസ്? യെസ്, യു ഡിഡ് എൻജോയ് എ ലോട്ട്. കുഞ്ഞു പിള്ളേരെ സ്കൂളിൽ പഠിപ്പിച്ച് പറയണമാണ്. നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവായിരിക്കും. ഇനി വേറെ സ്ഥലങ്ങൾ എന്തെങ്കിലും കാണോ? അവിടെ ഇറങ്ങണം. അകത്താ? അകത്ത് പോണോ? അബ്ദുൽ കലാം സാറിന്റെ ഒരു മ്യൂസിയം ഇവിടെ. നമ്മളത് വരുന്ന വഴിക്ക് കണ്ടു, അകത്ത് കയറിയില്ല. അകത്ത് കയറാൻ സാധ്യത കുറവാണ്. നമ്മൾ പൊതുവെ അതൊക്കെ കാണാൻ വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല. എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നമ്മളവിടെ ഇറങ്ങി പുറത്തൊക്കെ ഒന്ന് കാണുമായിരിക്കും. അകത്ത് കയറാൻ മാത്രം സാധ്യത കുറവാണ്. പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അത് നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല. ആ തിരക്കുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു, അതിൻ്റെ അവിടെ എവിടെയാണ്. അവിടെ വെച്ച് നോക്കിയപ്പോൾ 3 കിലോമീറ്റർ ആയിരുന്നു കാണിച്ചത്. നമുക്ക് എന്തായാലും അവിടെ പോകുന്നില്ല. മരുഭൂമിയിലെ കൂടെ പോണ പോലെ സത്യം. ഓപ്പൺ അല്ല ഇപ്പോഴും, ക്ലോസ്ഡ്. നമ്മൾ ചിലപ്പം വരുന്ന വഴിക്ക് ഷിപ്പൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷെ നല്ല സമയമുണ്ടോ അതൊക്കെ. പക്ഷെ ട്രെയിൻ കിട്ടി, അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. മോർണിംഗ് ഇറങ്ങിയ തൊട്ട് ഇപ്പൊ വരയ്ക്കും 33 കിലോമീറ്റർ. മൈലേജ് ഇപ്രാവശ്യം കുറവാണ് കിട്ടിയിട്ടുള്ളത്. നമ്മള് ഒരുപാട് സ്ഥലത്ത് ഒതുക്കിയൊക്കെ ചെയ്തു. തിരിച്ചു വരുമ്പം ക്ലൈമറ്റ് കുറച്ചുകൂടെ ഓക്കെ ആവുന്നുണ്ട്, നല്ല കാമായിട്ടുള്ള ഒരു ഇതാവുന്നുണ്ട്. ആ വെയിലൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ട് ചുറ്റും കുറച്ചൊരു മങ്ങിയ വെളിച്ചമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഡ്രൈവ് ചെയ്യാനല്ല, ഫ്രണ്ട് സീറ്റിലിരിക്കാനായിട്ട്. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ജിക്കീഷിൻ്റെ ഈ കോലം അവൻ തന്നെ കാണുന്നത്. 2 സൈഡിൽ പില്ലോ ഒക്കെ വെച്ച് ഷാരൻ അവിടെ ചാരി വെച്ചിട്ടുണ്ട് പാവന്. നമ്മള് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. തമിഴ് എനിക്ക് വായിക്കാനുള്ള, ഷാരൻ വായിക്കും. എന്താ? അയ്യങ്കാർ ബേക്കറി. നമ്മൾക്ക് റെസ്റ്റ് റൂം പോകാനുള്ള റെസ്റ്റ് റൂം ഉണ്ടെന്ന് പറയപ്പെടും. ചായ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ചായ കുടിക്കാൻ തൽക്കാലം. ഹായ് ഗൈസ്, എന്തുവാ കഴിക്കുന്നേ സംഗീത? ബന്ന് ചായയിൽ മുക്കി കഴിക്കുന്നു. നീയോ? Oh, pudding cake. Oh, and my husband is deep asleep in the car, so yeah. Oof. എനിക്ക് വയ്യ. എന്ത് ചെരുപ്പ്? ഓഫീസ് ചെരുപ്പ് എല്ലാം. ഇവള് ചെരുപ്പ് വരെ മാറ്റിട്ടാണ് മുഖം കഴുകാൻ പോണേ. അന്ന നീ ഒന്ന് ചെയ്യും, ഒരു ടവലും വിരിച്ചിട്ട് മുഖം കഴുകി. സോപ്പില്ലേ? നല്ല തണുപ്പ്. എന്തൊരു സുഖം. എനിക്കും കുറച്ച്. ജക്ക് വേണമാ? മൂഞ്ചി കഴുകുறீங்களா? വാങ്ങ. ചില്ലിന് ഇருக்கு തങ്ങോ. എന്റെ സുഖമല്ല വന്ന എന്റെ മുഖം കാണണ്ട കേട്ടോ.
രാത്രിയായി ഈ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ പശുക്കളൊക്കെ മേഞ്ഞിട്ട് തിരിച്ച് വീട്ടിലൊക്കെ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭംഗിയുണ്ട്, പേടിയും തോന്നുന്നുണ്ട്. വേറെ ആൾക്കാരൊന്നും ഇല്ല ചിക്കുവിന്റെ ചുറ്റും. പെട്രോള് ഇനിയിപ്പം 130 ഉള്ളു നമുക്ക് റിമൈനിങ് കിലോമീറ്റേഴ്സ് കാണിക്കുന്നത്. അപ്പം കുറേ നേരമായിട്ട് ചിക്കു ഓരോ പെട്രോൾ പമ്പിന്റെ സൈഡിൽ നിർത്തി നിർത്തി വരെയായിരുന്നു, ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ചിക്കുവിന് പൊതുവേ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അതാണ് ഈ മുഖത്ത് കാണുന്നതും ഇപ്പൊ കാണുന്ന ആശ്വാസവും. അതുകൊണ്ട് കുറെ സമയമായിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ട് വർത്താനം പറയാതെ മിണ്ടാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരിക്കാൻ സ്ഥലം ഇപ്പം 8:20 നമ്മൾ തൂത്തുക്കുടിയിലാണ്. നൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലാണ്. തമിഴ്നാട്ടിലെ ഇൻസ്റ്റഗ്രാം ചെക്കിച്ച് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അവിടെ ഒരു ഷോപ്പിൽ നമ്മൾ പോയപ്പോൾ അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഗ്യാസിന്റെ ഒക്കെ പ്രശ്നമായിരിക്കും. അപ്പൊ അവരെ വിളിച്ചപ്പോഴും വേറൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം കുറെ കറങ്ങിയിട്ട് നമ്മൾ ആ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പൊരിച്ച പൊറോട്ടയാണ് എന്നാണ് പറയുന്നത്. ഇനി പോകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ കുറെ ഇങ്ങോട്ട് നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ സെറ്റ് പൊറോട്ട വിത്ത് കലക്കി. ഇതിനകത്ത് ഷാരൻ ബോൺലെസ് ചിക്കനാണ് എടുത്തത്. അപ്പൊ ഇത് ബോൺലെസ് ചിക്കനും 3 പൊറോട്ടയും പിന്നെ ഇതൊരു കലക്കി എന്ന് പറയുമ്പോൾ ഒരു സൈഡ് മാത്രം വെച്ചിട്ടുള്ളതാണ്. ഒരു മിനിറ്റ് സാരം ഒന്നുള്ള പൊക്ക്. ഓക്കെ മോന് അത്ര ഓക്കെ അല്ല എനിക്ക്, പക്ഷെ അവർക്ക് ഓക്കെയാണ്. എനിക്ക് അവിടുത്തെ ഫുഡ് അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചായ എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചു വന്നതാണ്. സ്ഥലം എവിടെ എത്തിയെന്ന് അറിഞ്ഞൂടാ. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ച് മീൻസ് ഒരു 80 കിലോമീറ്റർ ഒക്കെ ഉള്ളു ഷാറിന്റെ വീട്ടിലോട്ട്. അവിടെ നിന്ന് പിന്നെ നമുക്കൊരു 1 hour ട്രാവൽ ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട്. ഞാനിവിടെ വരുമ്പോൾ എടുത്തോ 16. ഹലോ, കുറച്ച് കഴിയാമോ? പൈസ എത്താറായാലും 100 കിലോമീറ്റർ. ഇപ്പൊ നമ്മുടെ ഈ അടിപൊളി ട്രിപ്പിന്റെ ലാസ്റ്റ് ഫുഡ് കഴിക്കലായിരുന്നു ഇപ്പൊ കഴിഞ്ഞത്. നേരത്തെ ഫുഡ് എനിക്ക് കുറച്ച് എരിവായിരുന്നു, അപ്പൊ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു. അപ്പൊ ഇപ്പൊ 11 മണിയായി. ഇനി ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ട് ഷാറിന്റെ അവിടെ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിരുന്നു അല്ലേ? ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബൈ. Had a good time. Bye. Be safe. Message hai na? Yes.